ചേച്ചി നമ്മള് പാട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ പാട്ടിനേക്ക് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി, അതായത് അനുരാധ ശ്രീറാം എന്ന് പറയുമ്പോൾ ശ്രീറാമിന് നമ്മൾ എങ്ങനെ മാറ്റി നിർത്തും? അപ്പോ അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആണ് അല്ലെ, ഒരു ഗായകനാണ്. അപ്പം കരിയറിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് അങ്ങ് അമേരിക്കയിൽ വെച്ചിട്ടാണ് അല്ലേ? അതെയാണ് സത്യം. ആ ഒരു വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അവിടെ ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു വേൾഡ് മ്യൂസിക്കില്. ശ്രീറാം അവിടെ PhD ചെയ്തോണ്ടിരുന്നു ആ സെയിം സബ്ജക്റ്റില്. പക്ഷെ അവര് ആക്ച്വലി എഞ്ചിനീയർ ആൻഡ് MBA ഇൻ ഫിനാൻസ് പഠിച്ചതാണ്. ഓ അത് ശരി. പിന്നെ സിറ്റി ബാങ്കിൽ ജോലി ചെയ്തിട്ട്, പക്ഷെ ആദ്യം ഒരു 7 years തൊട്ട് അവർ ചൈൽഡ് പ്രോഡിജി ഞാൻ പറഞ്ഞു അല്ലേ, വയലിൻ വായിക്കാറുണ്ട്, കുറേ കച്ചേരികൾ ചെയ്തിട്ടുണ്ട്, നല്ലോണം പാടും. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ പ്രീവിയസ് ഇയർ ഞാൻ അപ്ലിക്കേഷൻ ഇട്ടിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ടെന്ന് എൻ്റെ പ്രൊഫസർ കേട്ടപ്പോൾ അവർ പറഞ്ഞു, അല്ല ശ്രീറാം എന്നൊരു വ്യക്തി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ആരാണത് എനിക്ക് കിട്ടാതെ അങ്ങനെ തോന്നി. അപ്പൊ നെക്സ്റ്റ് ഇയർ ഞാൻ പോയി. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പം നമുക്ക് ഈ സ്റ്റുഡൻറ് റിലേഷൻഷിപ്സിന് വേണ്ടി അവിടെ ഉള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റ് ആണ് നമുക്ക് അഡ്വൈസർ ആയിരിക്കും. അപ്പൊ എന്റെ ഗൈഡ് ശ്രീറാമായിരുന്നു. ഞാൻ കത്ത് എഴുതി ഞാൻ ഇവിടെ നിന്ന് എന്ത് കൊണ്ടുവരണം അങ്ങനെ. അപ്പോ ആദ്യം അവർ എഴുതിയ ലെറ്റർ എനിക്ക് കിട്ടിയത് ഒരു രാമനവമി അന്ന്. അപ്പൊ എന്റെ അച്ഛന് പറഞ്ഞു, ശ്രീരാമനവമി അന്ന് ശ്രീറാം തന്നെ കത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. എനിക്കൊന്നും ഐഡിയ ഇല്ല. എന്റെ അച്ഛനാണ് കൾപ്രിറ്റ് ആക്ച്വലി. അപ്പ ഒരു എന്തോ ഒരു തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോ ആദ്യത്തെ ദിവസം ഓഫ്കോഴ്സ് നമ്മളൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല, നമ്മുടെ റൂമൊക്കെ. അപ്പൊ ആദ്യത്തെ ദിവസം അവരുടെ വീട്ടിലാണ് എനിക്ക് ഊണൊക്കെ നൈറ്റ്. സ്വന്തം റസ്മലായി ചെയ്ത് ആണ് എനിക്ക് തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ചക്കൻ ഓക്കെയാണ്, എന്നാലും ഈ ഒരു സ്കില്ലുണ്ടല്ലോ, കുക്കിംഗ് എല്ലാം ഉണ്ട്, മേ ബി ഐ വിൽ കൺസിഡർ ഒരു അങ്ങനെ യൂഹിച്ച് വെച്ചിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഫാമിലി മുഴുവൻ, എൻ്റെ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ എല്ലാവരും പാടും. ആൻഡ് സിസ്റ്റർ വയലിൻ വായിക്കും. അവരുടെ ഫുൾ ഫാമിലി ആയിട്ട് അവര് ഒരു കുറേ കൊല്ലങ്ങള് കച്ചേരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാട്ട് പ്രാന്തല്ലേ, എനിക്ക് അച്ഛനും അമ്മയും കണ്ടിട്ട് ഫാമിലി ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു നവരാത്രി വന്നപ്പോൾ ഇങ്ങനത്തെ ഒക്ടോബർ സമയത്തിൽ ശ്രീറാമിന്റെ സോലോ വയലിൻ കോൺസേർട്ട് കേട്ടു. അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ കുക്കിംഗ് ഓക്കെ ആണ്, ഇങ്ങനെ ബോക്സ് എല്ലാം ടിക്ക് ചെയ്യുമല്ലേ, നല്ല ഫാമിലിയാണ്, നല്ല രസമലായി ഓക്കെ എല്ലാം ഓക്കെ. അപ്പോ ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തു. 6 months ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തു. ഇങ്ങനെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ വളരെ ക്ലോസ് ആയല്ലേ, അപ്പോ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ലൈൻ ക്രോസ് ചെയ്യണമെങ്കിൽ വിത്തൗട്ട് ഗെറ്റിംഗ് മാരിഡ് കാൻറ്റ് ഹാപ്പൻ, ബിക്കോസ് അത് അങ്ങനത്തെ ഒരു നമ്മള് ബ്രോട്ടപ്പ് അല്ലേ. അപ്പോ ഞാൻ പറഞ്ഞു സോ ലെറ്റ് us get married എന്നാണ്. അപ്പോ അവര് ചിരിച്ചു. നോബഡി ഗെറ്റ്സ് മാരിഡ്, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കുറെ അവർ എന്ന് വെച്ചാൽ മ്യൂസിക് ആണ് അവർക്ക് ലൈഫ് എന്ന് വെച്ചാൽ, ബിക്കോസ് എല്ലാം വിട്ടുമല്ലേ, എഞ്ചിനീയറിംഗ് പഠിച്ചു, MBA ആണ്, പക്ഷെ എൻ്റെ ലൈഫ് മ്യൂസിക്കിന് വേണ്ടിയാണെന്നാണ് അവര്. അപ്പൊ അവർ പറഞ്ഞു എൻ്റെ ഈ ഫാമിലി ലൈഫ്, കുട്ടികളെ നോക്കാൻ, അതൊക്കെ എനിക്കൊന്നും പറ്റുന്നില്ല, എൻ്റെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, എന്നെ വിവാഹം കഴിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും പറയും യു ട്രാപ്പ് മീ, അന്ന് ഐ ഷുഡ് ഹാവ് സെഡ് നോ. But yeah, it was a beautiful getting together. ഇപ്പോഴും so much I have learned. വളരെ ബ്യൂട്ടിഫുൾ മ്യൂസിഷ്യൻ ആണ്.